നമസ്കാരം. CPM ഭരണത്തിലുള്ള ഏക കോർപ്പറേഷനായ കോഴിക്കോട് കോർപ്പറേഷൻ പിരിച്ചുവിടേണ്ടി വരുമോ? മാർച്ച് 31 മുമ്പ് ബജറ്റ് പാസ്സാക്കാതെ ഗുരുതര വീഴ്ച വരുത്തിയതോടെ വിഷയം ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം മാർച്ച് 31 ബജറ്റ് പാസ്സാക്കാത്ത പക്ഷം ആ തദ്ദേശ സ്ഥാപനത്തിന് പ്രവർത്തിക്കാനുള്ള നിയമപരമായ അവകാശമില്ല. ഏപ്രിൽ 1 മുതൽ ദൈനംദിന ഇടപാടുകൾ നടത്താനും പാടില്ല. അതിനാൽ ഏപ്രിൽ 1 മുതൽ കോഴിക്കോട് കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമാണെന്നും നിലവിൽ കോർപ്പറേഷൻ പിരിച്ചുവിടേണ്ട സാഹചര്യമാണെന്നുമാണ് ആക്ഷേപം. CPMന്റെ ഭരണത്തിലുള്ള കോർപ്പറേഷൻ കൃത്യസമയത്ത് ബജറ്റ് പാസ്സാക്കാതിരുന്നതോടെ വലിയൊരു നിയമലംഘനമാണ് അധികൃതർ നടത്തിയിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു യുവ കൗൺസിലർ ഹൈക്കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്ന് വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാർ ഇതുവരെയും ഇതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടമാണ് ഈ കേസിൽ ഹാജരായത്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പാലിക്കേണ്ട കേരള പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമങ്ങൾ പ്രകാരം ഓരോ സാമ്പത്തിക വർഷത്തെയും ബജറ്റ് മാർച്ച് 31 പാസ്സാക്കണമെന്നത് നിർബന്ധിത വ്യവസ്ഥയാണ്. കഴിഞ്ഞ ഏപ്രിലിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നിട്ടും മറ്റെല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും നിശ്ചിത സമയത്തിനുള്ളിൽ ബജറ്റ് പാസ്സാക്കിയപ്പോൾ കോഴിക്കോട് നഗരസഭയ്ക്ക് ഇതിൽ വീഴ്ച സംഭവിച്ചു. ഇത്തരത്തിൽ സമയപരിധിക്കുള്ളിൽ ബജറ്റ് അംഗീകരിക്കാത്തതിനാൽ ഏപ്രിൽ 1 മുതൽ കോർപ്പറേഷൻ നടത്തുന്ന ശമ്പളം നൽകൽ ഉൾപ്പെടെയുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും നിയമവിരുദ്ധമാണെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. ബജറ്റ് പാസ്സാക്കാത്ത പക്ഷം തദ്ദേശ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ നിയമപരമായ അവകാശമില്ലെന്നും അതിനാൽ നിലവിലെ കോർപ്പറേഷൻ ഭരണസമിതി പിരിച്ചുവിടേണ്ട സാഹചര്യമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. CPMന്റെ ഭരണത്തിലുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷനായ കോഴിക്കോട് സംഭവിച്ച ഈ വീഴ്ച രാഷ്ട്രീയമായും വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഈ നിയമലംഘനത്തിനെതിരെ കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലറായ ശ്രീജ സുരേഷ് ഹൈക്കോടതിയെ സമീപിച്ചതോടെ വിഷയം കൂടുതൽ സങ്കീർണമായി. സീനിയർ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം ഹർജിക്കാരിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി. പരാതിക്കാരി സമർപ്പിച്ച പരാതിയിൽ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ അംഗീകരിച്ച ബജറ്റിന്റെ തുടർന്നുള്ള നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും തന്റെ പരാതി നിശ്ചിത സമയപരിധിക്കുള്ളിൽ പരിഗണിക്കാൻ സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഈ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ 2026 മാർച്ച് 31 നിർണായകമായ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി സംസ്ഥാന സർക്കാരിനും കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർക്കും നോട്ടീസ് നൽകി. ഹർജിക്കാരി സമർപ്പിച്ച പരാതി ബന്ധപ്പെട്ട കക്ഷികൾക്ക് കേൾക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് എത്രയും വേഗത്തിൽ പരിഗണിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. ഉത്തരവ് ലഭിച്ച ഒരു മാസത്തിനകം ഈ വിഷയത്തിൽ സർക്കാർ തീരുമാനമെടുക്കണമെന്നും കോടതി വ്യക്തമാക്കി. കൂടാതെ 2026 മാർച്ച് 2 കോർപ്പറേഷൻ കൗൺസിൽ എടുത്ത തീരുമാനങ്ങൾ സർക്കാരിന്റെ അന്തിമ തീരുമാനത്തിന് വിധേയമായിരിക്കണമെന്നും കോടതി ഉത്തരവിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. നിലവിൽ ഈ വിഷയം സർക്കാരിന്റെ പരിഗണനയിലിരിക്കുകയാണ്. പുതിയ സർക്കാർ നിലവിൽ വരാത്ത സാഹചര്യത്തിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലുമാണ്.